ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിനായി 1 കപ്പ് പച്ചരി നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണിത്. ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതിനായി 1 കപ്പ് പച്ചരി എടുത്തത് കൊണ്ട് 1/2 കപ്പ് അവിലാണ് ചേർക്കുന്നത്. സാദാ അവിലാണിത്. ഇനി അടുത്തതായി 1 കപ്പ് തേങ്ങയാണ്, ചിരകി വെച്ച തേങ്ങയാണ് ചേർക്കുന്നത്. അടുത്തതായി 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പച്ചരി എടുത്തത് കൊണ്ട് 1/2 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്തത്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറി കൂട്ടി കഴിക്കേണ്ടത് കൊണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത്. മധുരത്തിന് ഇത് നോർമൽ മധുരമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ കറിയില്ലാതെ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ, ഈവനിങ് സ്നാക്ക് പോലെ തയ്യാറാക്കുന്നതാണെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ അതിന് കണക്കായിട്ടുള്ള നല്ല സ്വീറ്റും ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇനി ഈ ബാറ്റർ നമുക്ക് മിക്സിംഗ് ബൗളിലിട്ട് ജാർ വാഷ് ചെയ്ത വാട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ബാറ്റർ അധികം തിക്കും ആവേണ്ട, അധികം ലൂസും ആവേണ്ട, ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്തു വെക്കാം. ഇതിനി ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ, കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നന്നായി കറക്റ്റായിട്ടൊന്ന് പൊങ്ങി വരികയുള്ളൂ. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സ്വീറ്റ് അപ്പായിട്ട് എടുക്കാൻ ഇതിലേക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയാൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് എൻ്റെ കൂടെ മിസ്സായി പോയതാണ്. അതുകൊണ്ടാണ് ഈ അരച്ചതിന് ശേഷം ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ പാത്രത്തിലാണ് സ്റ്റീം ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 പോർഷനായിട്ട് മാവ് ചേർത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്ന സമയത്ത് അത് വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് 1/4 പോർഷനായിട്ട് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തമായിട്ട് 3ലേക്കും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാൻ ഈ പാത്രത്തിൽ തയ്യാറാക്കുന്നേ ഉള്ളൂ. സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പാത്രത്തിനനുസരിച്ച് ഇതിൻ്റെ വേവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 15 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വേവിപ്പിക്കാം. ഇതിപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ട്, ഉള്ളിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. തണിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് വിട്ടെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് സൈഡൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ തന്നെ, ഇത് നമ്മൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും തണിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് കൈ വെച്ച് ഇതിൻ്റെ അടിഭാഗം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് വിട്ട് കിട്ടും. ഇപ്പോൾ തട്ടി കൊടുത്ത സമയത്ത് കറക്റ്റായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാവ് ഒഴിച്ച് തയ്യാറാക്കി എടുത്തതാണ്. ഈ ഷേപ്പിലായിട്ട് ഇങ്ങനെ എടുത്തത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഞ്ഞിയപ്പമാണിത്.
ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പഞ്ഞിയപ്പമാണിത്. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.